KSRTCയിലെ തൊഴിലാളി യൂണിയനുകളുമായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇന്ന് ചർച്ച നടത്തും. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഗണേഷ് കുമാർ തൊഴിലാളികളുമായി നടത്തുന്ന ആദ്യ ചർച്ചയാണിത്. പ്രതീക്ഷയോടെയാണ് ചർച്ചയ്ക്കെത്തുന്നതെന്ന് തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കി. ശമ്പള വിഷയമടക്കം തൊഴിലാളികൾ ചർച്ചയിൽ ഉന്നയിക്കും. ശമ്പള വിതരണം, പെൻഷൻ, KSRTCയിലെ സാമ്പത്തിക പ്രതിസന്ധി, സപ്ലിമെന്ററി സാലറി തുടങ്ങിയ വിഷയങ്ങളാകും പ്രധാനമായും ചർച്ചയാവുക. മന്ത്രി വിളിച്ച ചർച്ചയെ സ്വാഗതം ചെയ്ത തൊഴിലാളികൾ KSRTCയെ പൊതുമേഖലാ സ്ഥാപനമായി തന്നെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. പുതിയ മന്ത്രി വന്നിട്ടും ഈ മാസത്തെ ശമ്പളവും നൽകിയില്ലെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് M. വിൻസെന്റ് പറഞ്ഞു. KSRTC ലാഭകരമാക്കാൻ ബസ്സുകൾ വെട്ടിക്കുറയ്ക്കുന്ന നടപടി ശരിയല്ലെന്നും M. വിൻസെന്റ്. പഴയ മന്ത്രിയോടും സർക്കാരിനോടും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏറ്റവും ആത്യന്തികമായി KSRTCയെ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. KSRTC താങ്ങി നിർത്താൻ തൊഴിലാളികൾ കാണിക്കുന്ന ശുഷ്കാന്തിയുടെ പകുതിയെങ്കിലും സർക്കാർ കാണിക്കണം, മാനേജ്മെന്റ് കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് മന്ത്രിയോട് പറയാനുള്ളത്. KSRTC ലാഭകരമാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നേരെ ബസ്സുകൾ വെട്ടിക്കുറയ്ക്കുക എന്നുള്ളത് അതൊരു ശരിയായ ഒരു മാനേജ്മെന്റായിട്ട് കാണുന്നില്ല. തൊഴിൽ നിയമങ്ങൾക്കനുസരിച്ചുള്ള ഏതു മാറ്റത്തെയും അംഗീകരിക്കുമെന്നും കൂടുതൽ ബസ്സുകൾ ഇറക്കി സർവീസുകൾ കാര്യക്ഷമമാക്കണമെന്നും BMS പ്രസിഡന്റ് അജയകുമാർ. ഞങ്ങളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കപ്പെടണം. അത് ഏതൊരു ഗവൺമെന്റിന്റെയും ബാധ്യത എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. KSRTC പൊതുമേഖലയിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും, അതിനോടൊപ്പം നമ്മുടെ തൊഴിൽ സാഹചര്യവും കൂടെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നിലവിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നാളിതുവരെയും ശമ്പളം കൃത്യമായി നൽകിയിട്ടില്ലെന്ന് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നു. ഇതുൾപ്പെടെ ചർച്ചയിൽ സജീവമാകും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ചർച്ച. 24 തിരുവനന്തപുരം.